എന്താണ് മക്കളെ അവസ്ഥ? ഇന്ത്യയും തജിക്കിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു മത്സരം ഉണ്ടായിരുന്നു. എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണരുത്, ട്രോമ എന്നുള്ളൊരു അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോ ഇടക്കാലത്ത് ഇന്ത്യ നല്ല ഫോമിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ പഴയ പോലെയായി. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 3-1 പരാജയമാണ് ഇന്ത്യക്ക് സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഇന്ത്യ തജിക്കിസ്ഥാന്റെ ഒരു മത്സരം ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഫുൾ ടീമോടുകൂടിയല്ല കളിക്കുന്നത് എങ്കിൽ പോലും there are chances. എനിക്ക് കളി കണ്ടപ്പോൾ മനസ്സിലായത്, നിങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും തോന്നുന്നില്ല, തജിക്കിസ്ഥാൻ വളരെ മികച്ചൊരു ടീമായതുകൊണ്ട് മാത്രം അല്ല ഇന്ത്യ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിംഗ് 11 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം കാണുന്ന ആ ഒരു ബാക്ക് ഫോർ ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് ചെയ്തു. പിന്നെ മിഡിലേക്ക് വന്ന സമയത്താണ് അല്പം ചേഞ്ചുകൾ ഉണ്ടായിരുന്നത്. ചാങ്തെ ഒരു വിങ്ങിൽ ഫിക്സ്ഡ് ആയിരുന്നു. ചാങ്തെയാണ് ഇപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടൊരു പ്രകടനം കാഴ്ചവെക്കുന്ന വ്യക്തി എന്ന് പറയാനുള്ളത് ഇന്ത്യൻ ടീമിൽ. അല്ലാത്തവരൊക്കെ കണക്കാണ്. അദ്ദേഹം വളരെ മികച്ച കളിയാണെന്നല്ല പറഞ്ഞത്, എല്ലാ കളിയിലും ഒരേപോലെ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ വിക്രം പ്രതാപിന് സ്റ്റാർട്ടിംഗ് 11 ചാൻസ് കിട്ടി. മിഡിലേക്ക് വന്ന സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ജീക്സൺ ഉണ്ടായിരുന്നു, പിന്നെ മക്കാറ്റൻ ഉണ്ടായിരുന്നു, പിന്നെ ഷബോങ് ഉണ്ടായിരുന്നു. ഇവിടെ സർപ്രൈസ് ആയിട്ട് എത്തിയ വ്യക്തി എന്ന് പറയുന്നത് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ എത്തിയ എഡ്മുണ്ട് ആണ്. എഡ്മുണ്ടിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ടീം ആരാധകർ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവസരം കൊടുക്കണം, നല്ല കളിക്കാരനാണ്. ശരിയാണ്, അദ്ദേഹം നല്ല മികച്ച കളിക്കാരൻ തന്നെയാണ്. എന്നിട്ടൊന്നും അദ്ദേഹത്തിന് ചാൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ കളിയിൽ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാൻ വേണ്ടി കോച്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ അതിനെ ന്യായീകരിക്കുന്ന ഒരു പെർഫോമൻസ് ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടമായ അവസ്ഥ. ഇത്തരത്തിലുള്ള യങ്സ്റ്റേഴ്സ് അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ച്വലി കളി എടുത്തു കഴിഞ്ഞാൽ ഒരു 50-50 മോഡൽ തന്നെയായിരുന്നു. അതൊരു 8 മിനിറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു തജിക്കിസ്ഥാന്റെ ആദ്യത്തെ ഗോൾ പിറക്കുന്നത്. അതൊരു പെനാൽറ്റി ആയിരുന്നു. അവരുടെ റൈറ്റ് വിങ്ങിലൂടെ വന്നൊരു അറ്റാക്ക് ആയിരുന്നു. ആ അറ്റാക്കിൽ അവരുടെ ഒരു കളിക്കാരനെ റൈറ്റ് ഹാഫ് സ്പേസിൽ വെച്ച് പന്ത് ലഭിക്കുന്നു. നമ്മുടെ മിഡ്ഫീൽഡറായിട്ടുള്ള മക്കാട്ടൻ അദ്ദേഹത്തെ പോയിട്ട് ഫൗള് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫൗള് കഴിഞ്ഞ ഉടനെ ഇന്ത്യൻ ടീം പ്ലേയേഴ്സിന്റെ കയ്യിൽ നിന്ന് അതിനെ റഫറി പെനാൽറ്റി വിധിക്കുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ അറ്റംപ്റ്റുകളൊന്നും കണ്ടിട്ടില്ല. കാരണം അത് ഏകദേശം ഒരു ഫൗള് തന്നെയാണെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു. കാരണം ഓടുന്ന തജിക്കിസ്ഥാൻ പ്ലെയറിന്റെ മുകളിലേക്ക് കൈ ഇടിച്ചുകൊണ്ട് മക്കാട്ടിൻ പോയി വീഴുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു ഇവന്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ വിഷ്വലിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. ആ പെനാൽറ്റി അവർ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്തു. തജിക്കിസ്ഥാൻ 1-0 ലീഡ് എടുത്തു. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ത്യ ഒരുപാട് ചാൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇന്ത്യയുടെ നമ്മൾ പ്രകീർത്തിച്ചാൽ മതിയാവും. കാരണം ചാൻസുകൾ ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾക്ക് ഗോൾ വീഴാഞ്ഞത്. ഗോൾ അടിക്കാനുള്ള എന്താ പറയാ ഒരു തൃഷ്ണ ചിലപ്പോൾ പ്ലേയേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു 14ാമത്തെ മിനിറ്റ്, ആ 14 മുതൽ 45 ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു സമയത്ത് നമ്മൾ ഇന്ത്യ ഡോമിനേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. അവിടെ കിട്ടിയ ഒരു ക്രോസ് ഉണ്ട്. ആ ക്രോസിന് കറക്റ്റ് പൊസിഷൻ അല്ലായിരുന്നു കളിക്കാറുണ്ടായിരുന്നത്. പിന്നീട് വന്ന ഒരു ലോങ് ത്രോയിനാണ് നമ്മുടെ കോച്ചിന്റെ ഏറ്റവും വലിയ ടാക്ടിക് എന്ന് പറയുന്നത്. രാഹുൽ ബേക്കെ അദ്ദേഹത്തിന്റെ സ്ഥിരം ത്രോ എടുക്കുന്ന വ്യക്തിയാണ്. ആ ത്രോയിന് എടുക്കുന്നു. മുൻ കളികളിൽ നിന്നും അതിൽ നിന്ന് പ്രത്യേകിച്ച് അവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ ആ ത്രോയിൻ തട്ടി നമ്മുടെ ചാങ്തേക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ചാങ്തെ ആ സാധനം കൃത്യമായിട്ട് തന്നെയാണ് ഷോട്ട് അടിച്ചിട്ടുണ്ടായത്. പക്ഷെ അവിടെ തജിക്കിസ്ഥാൻ ഡിഫൻസിന് നമുക്ക് കൈയ്യിൽ കൊടുക്കണം. അവർ അത് കറക്റ്റായിട്ട് ഒരു ഗോൾ ലൈൻ സേവ് എന്ന രീതിയിൽ അത് സേവ് ചെയ്യായിരുന്നു. പിന്നീടും ഒരു ഹെഡർ ചാൻസ് കിട്ടുന്നത് അതിൽ ഏറ്റവും കൃത്യം വളരെ അബ്സല്യൂട്ട് ആയിട്ടുള്ളൊരു ചാൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് മക്കാട്ടിനായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. റൈറ്റിൽ നിന്ന് മക്കാട്ടിന് കണക്കായിട്ട് ഒരു ക്രോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ക്രോസ് അദ്ദേഹം ഷോട്ട് അടിച്ചില്ല. അത് ഞാൻ അന്നേരം കാണുന്നത് ഞാൻ ചീത്ത കളിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്തു, മെച്ചുവേർഡ് ആയിട്ടുള്ള ബിഹേവിയർ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഷോട്ട് അടിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ തന്നെ അത് അടിക്കും അല്ലെ. ഇവിടെ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കാലിന്റെ ഇടയിലേക്കൂടെയാണ് പന്ത് കൊടുക്കുന്നത്. അദ്ദേഹം അത് ലീവ് ചെയ്ത് കൊടുക്കണം പുറകിലുള്ള കളിക്കാരനെ അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ആ പുറകില് യാതൊരുവിധ കളിക്കാരും ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ടീമേറ്റിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ അടിച്ചില്ല? ഞങ്ങൾ ഉണ്ടായിരുന്നില്ല സാർ, അതായിരുന്നു അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരുപാട് ചാൻസുകൾ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഇന്ത്യ ഉണ്ടാക്കിയ ചാൻസുകൾ മര്യാദയിൽ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തന്നെ ഇന്ത്യക്ക് ഈ റിസൾട്ട് ആയിരിക്കില്ല ലഭിക്കുക. ആക്ച്വലി രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴേക്കും തജിക്കിസ്ഥാൻ ഒരുപാട് ചാൻസുകൾ ഉണ്ടാക്കുന്നുണ്ട്. തജിക്കിസ്ഥാന്റെ അറ്റാക്ക് നമ്മുടെ ബോക്സിനകത്തേക്ക് വരികയും
അത് വല്ലാതെ നമ്മുടെ ഡിഫൻസ് ലൈനിനെ ബാധിക്കുകയും ചെയ്തു. ആക്ച്വലി അവിടെ എന്തൊക്കെയോ ടാക്ടിക്കൽ ചേഞ്ചുകൾ തജിക്കിസ്ഥാൻ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കളി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെന്നുള്ളവര് ഞാനതിലേക്ക് താഴ്ന്നിറങ്ങി നോക്കിയിട്ടില്ല, കാരണം അതിന്റെ വെറുതെ എഫേർട്ട് എടുക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ കളി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ തജിക്കിസ്ഥാൻ, ഇന്ത്യ രണ്ട് ടീമിന്റെ കോച്ചുകൾ 7 സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആശിഷ് നെഗി ഉണ്ടല്ലോ, അദ്ദേഹം എടുത്തൊരു ട്വീറ്റ് ഉണ്ട്, ഇങ്ങനൊരു സംഭവം ഇവര് തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, കാരണം നമുക്ക് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലല്ലോ എന്നുള്ളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്വീറ്റ് എന്ന് പറഞ്ഞു. ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ തജിക്കിസ്ഥാൻ രണ്ടാമത്തെ ഗോൾ വന്നു, മൂന്നാമത്തെ ഗോൾ വന്നു, സ്റ്റിൽ ഇന്ത്യ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് തജിക്കിസ്ഥാൻ 2 or 3 റൗണ്ട്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സബ്സ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ് തജിക്കിസ്ഥാൻ ടീമിനെ തിരിച്ചു കൊണ്ടുവന്നത്. ഇന്ത്യ 3 എണ്ണം കഴിഞ്ഞതിന് ശേഷമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തത്. അപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. 62ാമത്തെ മിനിറ്റിൽ തജിക്കിസ്ഥാൻ ലഭിച്ച ഒരു ഫ്രീ കിക്ക്, ആ ഫ്രീ കിക്ക് വളരെ നന്നായിട്ട് അവർ കൺവേർട്ട് ചെയ്തു. അവരുടെ ഫസ്റ്റ് ഹെഡർ തന്നെ അവർ ഗോളാക്കി മാറ്റി. നല്ലൊരു ഹെഡർ ആയിരുന്നു. ആക്ച്വലി തജിക്കിസ്ഥാൻ ഇന്ത്യക്കെതിരെ 3-1 ജയിച്ചു പറഞ്ഞ സമയത്ത് എനിക്ക് ലാസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു അവർ അഫ്ഗാനിസ്ഥാനത്തിന് 3-1 ജയിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവിടെ സ്കോർ ലൈൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് അവർ നല്ല ടോപ്പിലാണ്. ഏഷ്യൻ കപ്പിലേക്ക് അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ തൊട്ട് താഴെയുള്ള ടീമുകളുമായിട്ട് അവർ നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ ഇവർക്കെതിരെ ഇന്ത്യക്ക് സമാനമായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ അപമാനം എന്ന് പറയുന്നത്. അവരുടെ ലെവലിലേക്കല്ലല്ലോ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്. തജിക്കിസ്ഥാനെതിരെ ഈവൻ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഊഹിക്കുന്നത്. പ്ലേയേഴ്സിന്റെ അൺഅവൈലബിലിറ്റി അല്ല നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഒബ്വിയസ്. ആ ഇവന്റ് കഴിഞ്ഞ് 5 or 6 മിനിറ്റ് കഴിയുമ്പോഴേക്കും തജിക്കിസ്ഥാന്റെ 3ാമത്തെ ഗോൾ പറഞ്ഞു. അത് ഇന്ത്യയുടെ ഒരു ക്ലിയറൻസ് തന്നെ തിരിച്ചു വന്നൊരു അറ്റാക്ക് ആയിരുന്നു. വളരെ സിമിലർ ആയിട്ട് നേരത്തെ മക്കാട്ടിന് കിട്ടിയതുപോലെ ഒരു ഷോട്ട് അടിക്കാനുള്ള ചാൻസ് മക്കാട്ടിന് കിട്ടിയത് ഫസ്റ്റ് പോസ്റ്റാണ്, ഇദ്ദേഹത്തിന് കിട്ടിയത് സെക്കൻഡ് പോസ്റ്റാണ്. അത് അവർ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്തു. ആ കൺവേർഷനാണ് കളിയിൽ ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് വന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും തജിക്കിസ്ഥാൻ കൺട്രോളിലെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്ന കളിക്കാരനാണ് ഫറൂഖ് ചൗധരി. നമ്മുടെ കോച്ചിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാരൻ ഒരാളാണ്. അദ്ദേഹത്തെ ഒരു കിട്ടിയ ഫ്രീ കിക്കാണ്. ആക്ച്വലി എഡ്മണ്ടിനെ ഫൗൾ ചെയ്തപ്പോൾ ലഭിച്ചൊരു ഫ്രീ കിക്കാണ്. പാർട്ടിക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എടുക്കാനുള്ള ചാൻസ് കിട്ടിയത് നമ്മുടെ ഫറൂഖിനെ തന്നെയാണ്. ആ ഫറൂഖ് അത് കൺവേർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ബോക്സിന് തൊട്ട് വെളിയിൽ നിന്ന് ലഭിച്ച ആ ഒരു ഫ്രീ കിക്ക് അദ്ദേഹം ഡയറക്റ്റ് ഫ്രീ കിക്ക് അടിച്ചു കയറ്റി. സോ അതൊരു സ്കില്ല് തന്നെയാണ്. ആ സ്കില്ല് നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. പക്ഷെ 3-1 നമ്മൾ ഒരു ഗോൾ നമ്മൾ തിരിച്ചടിച്ച് ആശ്വാസ ഗോൾ തിരിച്ചടിച്ച് 89ാം മിനിറ്റിൽ അപ്പോഴേക്ക് ഏകദേശം ഗെയിം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 ഗോൾ അടിച്ച് ഇന്ത്യ തിരിച്ചു വരും എന്നുള്ളത് ഇന്ത്യയുടെ മുമ്പത്തെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സോ ഓവറോൾ അത്ര മികച്ച പെർഫോമൻസ് അല്ല, പക്ഷെ ഇന്ത്യക്ക് ഇന്ത്യതായിട്ടുള്ള മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. മൊമെന്റുകൾ യൂട്ടിലൈസ് ചെയ്തില്ല. ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ 2 or 3 ചാൻസുകൾ, ഹെഡർ ചാൻസ്, ഷോട്ട് അടിക്കാനുള്ള ചാൻസ്, ഇതൊക്കെ കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ചിലപ്പോൾ ലീഡ് എടുത്തിട്ടുണ്ടാവുമായിരുന്നു. ആദ്യം തന്നെ തജിക്കിസ്ഥാൻ ഇന്ത്യയേക്കാൾ കൂടുതൽ ചാൻസുകൾ ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. പക്ഷെ അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിയ ചാൻസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് സ്കോർ ലൈനിൽ ഡിഫറൻസ് വന്നത്. രണ്ടാമത്തേത് ഇന്ത്യൻ താരങ്ങളുടെ ഇമ്മേച്യൂർ ആയിട്ടുള്ള പെർഫോമൻസും മാത്രമല്ല നമ്മുടെ കോച്ചിന്റെ ലേറ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ ടാക്ടിക്കൽ ചേഞ്ചസിന് നമുക്കൊന്ന് പ്രത്യേകിച്ച് മറുപടി ഉണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു കളിയുടെ പ്രധാനപ്പെട്ട സമ്മറി എന്ന് പറയുന്നത്. ഇന്ത്യ എങ്ങനെയൊക്കെ തോക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ എന്നുള്ള വികാരം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ആസ് എ ഫുട്ബോൾ ഫാൻ ഇന്ത്യ ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാ കളിയും കാണുന്നത്. അതോടുകൂടി തന്നെയാണ് ഈ ഒരു മത്സരവും കണ്ടിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ അത് കളി കഴിയുമ്പോഴത്തേക്കോ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്താ പറയുക, അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ, എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമായിരിക്കും. കാണാം.